നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം നോമ്പുകാലവും ആരോഗ്യ സംരക്ഷണവുമാണ്. നമുക്കറിയാം ഇപ്പോൾ നോമ്പിന്റെ സമയമാണ്. റംദാൻ, ഈസ്റ്റർ ഒക്കെ അനുബന്ധിച്ച് നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പഴയതുപോലെയല്ല ഇപ്പോഴത്തെ ഒരു നോമ്പുകാലം എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഇത്തവണ താപനില വളരെ കൂടുതലാണ്. അപ്പോൾ ചൂട് കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്തെ നോമ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന സമയമാണ്. അപ്പം അതിനെന്തായാലും നമുക്ക് കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ജനറൽ മെഡിസിൻ ഡോക്ടർ ലുലു സിറിയക് ജോർജാണ്. സ്വാഗതം ഡോക്ടർ. താങ്ക് യു. അപ്പോൾ എന്തായാലും ചൂട് കൂടുതലാണ്. ഞാൻ പറഞ്ഞ പോലെ വളരെ ചൂട് കൂടി നിൽക്കുന്ന സമയമാണ്. നമുക്ക് ക്ഷീണം അല്ലെ വളരെ കൂടുതൽ. നമ്മൾ പറയാറുണ്ട് ക്ഷീണം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. പക്ഷെ നോമ്പ് എടുക്കുന്നവർക്ക് അത് സാധിച്ചെന്നൊക്കെ വരില്ല. അപ്പോൾ ഈ വിശപ്പും ക്ഷീണവും ഒക്കെ തോന്നാതെ ഈ ഒരു നോമ്പ് കാലം നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? നോമ്പ് കാലത്തെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ഒരാഴ്ച, പ്രത്യേകിച്ച് റമദാൻ സമയത്ത് ആദ്യത്തെ ഒരാഴ്ച നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. കാരണം അതുവരെ നമ്മൾ ഫോളോ ചെയ്ത ഒരു ഡയറ്റിൽ നിന്നും പൂർണ്ണമായിട്ട് മാറിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇത്രയും ചൂടുള്ള ഒരു സമയത്ത് ഒന്നും കഴിക്കാതെ ഒരു പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരം അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ എന്തായാലും അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും രാവിലെ എടുക്കുന്ന ആദ്യത്തെ അത്താഴത്തിന്റെ ഭക്ഷണവും അതേപോലെ വൈകിട്ട് ഇഫ്താറിലെ ഭക്ഷണ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് നമ്മൾ കുറേ ആരോഗ്യശീലങ്ങളല്ലേ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു നോമ്പ് കാലത്ത് നമ്മളുടെ ഭക്ഷണത്തിലും ഒക്കെ ശ്രദ്ധിക്കണം. കുറേ ശീലങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. എങ്ങനെയാണ് അതൊക്കെ? ഇപ്പോൾ നമ്മൾ ആദ്യത്തെ രാവിലത്തെ അത്താഴത്തിനെ പറ്റി ഞാനൊന്ന് സംസാരിക്കാം. ഒരിക്കലും നമ്മൾ രാവിലെ എണീക്കാൻ മടിയാണ് എന്ന് വിചാരിച്ചോ, ആ ഒരു ദിവസം എനിക്ക് മുഴുവൻ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ടോ നമ്മൾ ഒരിക്കലും മുടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് രാവിലത്തെ അത്താഴം എന്ന് പറയുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള അത്താഴം സുഹൂർ എന്ന് പറയും. അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, തുടക്കം തന്നെ നമ്മൾ ആ ഒരു അത്താഴത്തിൽ ആദ്യമേ തന്നെ ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഒരു കോൾ എത്തിയിട്ടുണ്ട്. തീർച്ചയായും. ഹലോ മാഡം, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. പേര് പറഞ്ഞിട്ടൊന്ന് സംസാരിച്ചോളൂ കേട്ടോ. ഹലോ ഡോക്ടർ, ഞാൻ സുരേഷ് ആണ്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാം നോമ്പ് എടുക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ഈ രാവിലെ ഇടയത്താഴം കഴിക്കുമ്പോ പഴങ്കഞ്ഞി കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ? തലേന്നത്തെ ആഹാരം തൈരോണോടൊപ്പം ചേർത്ത് കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ? കഴിവതും നമ്മൾ അരി ആഹാരം എന്ന് പറയുമ്പം തവിട് കളയാത്ത അരി വെച്ചുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. തവിട് കളയാത്ത അരി വെച്ചുള്ളതാണെങ്കിൽ നമ്മൾ ശരീരത്തിൽ രാവിലെ എടുക്കുന്ന ആഹാരം കാർബോഹൈഡ്രേറ്റ്സിൽ അധികം പെട്ടെന്ന് ദഹിച്ചു പോകാൻ പാടില്ലാത്ത തരത്തിലുള്ള ആഹാരങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. തവിടുള്ള അരിയാണെങ്കിൽ അത് വെച്ചിട്ട് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഇല്ല, അത് കുഴപ്പമില്ല. ഇല്ല. ഓക്കെ, വിളിച്ചത് സന്തോഷം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യമേ തന്നെ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ദഹിച്ചു പോകാത്ത തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ്, ഇപ്പം ഇഡ്ഡലി, ദോശ അങ്ങനെ നമ്മൾ പുളിപ്പിച്ച് വെച്ചിട്ടുള്ള മാവ് വെച്ചിട്ടുള്ളതാണെങ്കിൽ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് അത് ദഹിക്കാനും സാധ്യതയുണ്ട്. അതേപോലെ ആ പുളി നമുക്ക് ചിലപ്പോൾ ചിലർക്ക് എങ്കിലും ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ ദഹിച്ചു പോകാൻ ബുദ്ധിമുട്ടായിട്ട് സമയമെടുത്ത് ദഹിക്കുന്നതായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, ഉദാഹരണത്തിന് ഗോതമ്പ് എടുക്കാം, ഓട്സ് എടുക്കാം, അതേപോലെ തവിട് കളയാത്ത അരി, ഇതൊക്കെ വെച്ചിട്ടുള്ള ഇപ്പം ചപ്പാത്തി ആണെങ്കിൽ ഒരു 2 ചപ്പാത്തി, അതൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിനുശേഷം നമ്മളൊരു പ്രൊലോങ്ഡ് ഫാസ്റ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഗ്ലൈക്കോജൻ, അതിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഫുൾ ഡേ എനർജി കിട്ടേണ്ടത്. അതും അതേപോലെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിൽ നിന്നുമാണ് ആ ദിവസത്തെ മുഴുവൻ ദിവസത്തെയും എനർജി കിട്ടേണ്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള അത് കിട്ടാൻ പാകത്തിനുള്ള ആഹാരം വേണം രാവിലെ എടുക്കാനായിട്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഞാൻ പറഞ്ഞതുപോലത്തെ ഈ ആഹാരങ്ങളും പ്രോട്ടീൻസ് ഉൾപ്പെടുത്താം. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ മുട്ട എടുക്കാം, അതേപോലെ പയർവർഗ്ഗങ്ങൾ എടുക്കാം,
അത് കൂടാതെ ഫൈബർ, നാരടങ്ങിയ ആഹാരങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അത് ജലാംശം കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കാം. അത് തണ്ണിമത്തനാവാം, ക്യുക്കുംബർ ആവാം, പ്ലം ആവാം. ഇതൊക്കെ നല്ല ജലാംശം കൂടിയ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ്. അപ്പൊ ഇത് കൂടാതെ ഉള്ള പിന്നെ പ്രോട്ടീൻസിൽ വരുന്നതിന് നട്ട്സ്, സീഡ്സ്, അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്താം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ചപ്പാത്തിയും അതിന്റെ കൂടെ 2 മുട്ട പുഴുങ്ങിയതാവാം, അല്ലെങ്കിൽ ഓംലെറ്റോ ബുൾസൈ പോലെ ആക്കാം. അത് കൂടാതെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൂടെ ഉൾപ്പെടുത്തുക. കഴിവതും പുളിയുള്ള ആഹാരങ്ങൾ രാവിലെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഡോക്ടർ അധികം ചോദിക്കാതിരിക്കാൻ നമുക്ക്, കാരണം ഈ പലപ്പോഴും ജ്യൂസ് ഒക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് അസിഡിറ്റിയുടെ ഒക്കെ പ്രോബ്ലം. അതെ, തീർച്ചയായും. ഇപ്പൊ ജ്യൂസ് വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ കഴിവതും ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഫ്രൂട്ട്സ് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ അതിന്റെ ആ നാരുകൾ നശിക്കും. അപ്പൊ അതിന്റെ നാരിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കത്തില്ല. പിന്നെ നമുക്ക് ആ ഒരു ദാഹം മാറാനായിട്ട് ഫ്രൂട്ട്സ് കുടിക്കാം, കുറച്ച് ആ ഒരു സമയത്തെ ഒരു ഫ്രഷ്നെസ് കിട്ടും എന്നുള്ളതല്ലാതെ. പക്ഷെ ജ്യൂസ് വേണ്ടവര് കഴിവതും ഈ പുളി ഉള്ളതാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത്. ഫ്രൂട്ട്സിൽ തന്നെ ഇപ്പൊ അല്ലാതെ കഴിക്കുമ്പോൾ പോലും ഇപ്പൊ പുളിയുള്ളത് അല്ലെങ്കിൽ മറ്റാഹാരം പുളിയുള്ള ആഹാരം കഴിക്കുമ്പോൾ പോലും ചിലർക്ക് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാകുന്ന സാധ്യത. ഓക്കെ, നമുക്ക് അടുത്ത കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, സ്വാഗതം ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക്. സാർ സംസാരിച്ചോളൂ. പറഞ്ഞോളൂ കേട്ടോ. ഡോക്ടർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്കിപ്പോ 92 വയസ്സായി. ഞങ്ങൾ ആർത്തോസ് സഭക്കാരാ. ആർത്തോസ് പറഞ്ഞോളൂ. പ്രധാനമായിട്ട് ഞങ്ങൾക്ക് 3 നോയമ്പുള്ളൂ. 8 നോയമ്പ്, 50 നോയമ്പ്, 25 നോയമ്പ്. 80 നോയമ്പ് ഞാൻ വർഷങ്ങളായിട്ട് പാലിക്കുന്നുണ്ട്. ഓക്കെ. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഈ മലക്കറി ആഹാരം ആകാവും. പാല്, മുട്ട, ഇറച്ചി തുടങ്ങിയ വസ്തുക്കളായിട്ട് ഞങ്ങൾക്ക് അന്യമാണ്. പാലും എടുക്കാൻ പാടില്ലേ? പാല്, മുട്ട, ഇറച്ചി കാര്യങ്ങളൊക്കെ അന്യമാണ്. അതായത് മലക്കറി വർഗ്ഗം സമയാസങ്ങൾ മലക്കറി വെച്ച് ആഹാരം കഴിക്കാം. മനുഷ്യന് കോൺസെൻട്രേറ്റ് ചെയ്യാനായി ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ കാക്കുന്നുണ്ട്. എന്റെ പെൺമക്കളും ഇതുപോലെ കാക്കുന്നുണ്ട്. അങ്ങനെ സത്യസന്ധമായിട്ട് കാത്തു വരുന്നു. ഇപ്പൊ 92 വയസ്സായി. ഇന്നും കുഴപ്പം ആയിരിക്കുന്ന ഒരു പ്രശ്നമില്ല. അപ്പൊ മനസ്സ് നമുക്ക് ഡയറ്റ് കേന്ദ്രീകരിക്കുന്നതിനായിട്ടാണ് ഞങ്ങളെ ഈ മലക്കറി മാത്രം കഴിക്കുന്നത്. പിന്നെ വൈകിട്ടത്തെ ആഹാരത്തിലാണെങ്കിൽ മിക്കവാറും കഞ്ഞിയോ പയറോ ഒക്കെ ആയിരിക്കും. കട്ടിയുള്ള ആഹാരമായിട്ട് ഇറച്ചിയാകട്ടെ, മത്സ്യം, അല്ല വേണ്ടില്ലാത്ത അവസരം ഇറച്ചിയോ മുട്ടയോ അല്ലെങ്കിൽ പിന്നെ മത്സ്യമൊന്നും അങ്ങനെ കഴിക്കാറില്ല. ലഘുവായിട്ടെന്തെങ്കിലും രാത്രി കഴിക്കുക. ശരി. വർഷങ്ങളായിട്ട് അനുവദിച്ചു പോകുന്ന നയമാണിത്. നോമ്പിന്റെ സമയത്ത് പാല് വെച്ചുള്ള ഉൽപ്പന്നങ്ങളും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ? തൈര് കർശനമാക്കിയിരിക്കുക. കാര്യം ഉപയോഗിക്കുന്നത് കാണുമായിരിക്കും, ദൈവത്തിന് മുമ്പ് ഒരു കള്ളത്തരം വേണ്ടല്ലോ. അച്ഛൻ പറഞ്ഞാൽ ഈ പ്രായത്തിൽ ഈ വയലുമൊക്കെ ഉള്ള അല്പം കഴിക്കുക, പാല കഴിക്കുക കൊടുക്കുന്നത്. എങ്കിലും ഞാൻ സ്ട്രിക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക. കാര്യം നമ്മുടെ സ്റ്റൊമക്ക് ഈ ഡൈജസ്റ്റീവ് എന്റെ കുറച്ചല്ല. അല്ലെങ്കിൽ തന്നെ ഞായറാഴ്ചകൾ പള്ളിയിൽ പോകുമ്പോൾ ഭക്ഷിക്കാറില്ല. കുർബാന കഴിഞ്ഞ ശേഷമേ ഭക്ഷിക്കാറുള്ളൂ. വൈദ്യുതി ദിവസം വരെ നോയമ്പ് അല്ലെങ്കിൽ ഒരു പിന്നെ ഈ ആഹാരം ഒഴിഞ്ഞ് വയറ്റുന്നത് ഒരു വിഷമം കൊടുത്താൽ ഏറ്റവും നല്ല തന്നെ എന്ന് പറയുന്നത് 10-40 കൊല്ലമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഉച്ചവരെ ആഹാരം കഴിക്കരുത് ഞായറാഴ്ച. അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഹാരം ഈ രീതിയിൽ കുറച്ചുനാൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആവശ്യത്തിന് പ്രോട്ടീൻ ശരീരത്തിലേക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് ഇപ്പൊ ആഹാരത്തില് കടല വെച്ചിട്ടുള്ള കറികള്, പയർവർഗ്ഗങ്ങള്, പരിപ്പ് വെച്ചിട്ടുള്ള കറികളൊക്കെ പറ്റുമെങ്കിൽ 3 നേരവും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. കാരണം ഇറച്ചി മീനിലൊക്കെ ഉള്ള അത്രയും ഒരിക്കലും അല്ല, അതിലുള്ള അത്രയും പ്രോട്ടീന്റെ അളവ് പയർവർഗ്ഗത്തിലും അതെ. അപ്പൊ നമ്മൾ അതനുസരിച്ച് ഇപ്പൊ അത് വർജിക്കുന്ന സമയത്ത് അതനുസരിച്ച് അത് കൂടുതലായിട്ടും പച്ചക്കറികളിലും പയർവർഗ്ഗങ്ങളും അതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ നട്ട്സ് ഒക്കെയാണ്. ശരി. മാഡം ഇത്രയും പ്രായമായെങ്കിൽ എനിക്ക് ആരോഗ്യസമയം ഒരു കുഴപ്പങ്ങളും ഉണ്ടായില്ല. ഷുഗറാകട്ടെ യാതൊരു കംപ്ലൈൻസും ദൈവം അനുഗ്രഹിച്ച് ഉണ്ടായി. നല്ല കാര്യം. സത്യാവസ്ഥ. അപ്പോ ഈ ഒരു നോമ്പ് കാലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ജ്യൂസ് അല്ലെങ്കിൽ പുളിയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ അസിഡിറ്റിയോ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലും ഒക്കെ ഇല്ലാതിരിക്കാനായിട്ട് എന്താ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക? പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടല്ലോ. അതെ.
ആദ്യമേ തന്നെ ഇത് ഭയങ്കര കൂടുതലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഒരു നേരം ആഹാരം സ്കിപ്പ് ചെയ്യുമ്പം അല്ലെങ്കിൽ കഴിക്കാനായിട്ട് ലേറ്റ് ആവുന്ന സമയത്ത് തന്നെ ഭയങ്കര ആസിഡിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അവരവർ കാണുന്ന ഡോക്ടേഴ്സിനെ കണ്ട് ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രമേ ഫാസ്റ്റിംഗ് തുടങ്ങാവുള്ളൂ. അതാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ അവർ എടുക്കുന്ന എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് അവർക്ക് കൂടുതലായിട്ടും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അത് കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ പുളിയില്ലാത്ത തൈര് കൂടുതലായിട്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. രാവിലെ സുഹൂറിന്റെ സമയത്താണെങ്കിലും ഇഫ്താറിന്റെ ടൈമിലാണെങ്കിലും പുളിയില്ലാത്ത തൈര് കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എപ്പോൾ കഴിച്ചാലും ഒരു 1.5-2 മണിക്കൂറിന് ശേഷമേ കിടക്കാവുള്ളൂ. അതേപോലെ ചാരിയിരിക്കുന്നതിൽ കുഴപ്പമില്ല, കിടക്കുന്ന കാര്യമാണ്. അതേപോലെ ഭക്ഷണത്തിന് മുന്നേ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് 1.5 മണിക്കൂറിന് ശേഷമേ വെള്ളം കുടിക്കാവുള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിനിടയിലോ ഭക്ഷണം കഴിച്ച ഉടനെയോ വെള്ളം കുടിക്കുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് ഇതേപോലെ പയർവർഗ്ഗങ്ങളും ചിലർക്ക് പറയുന്ന കേട്ടിട്ടുണ്ട് പുട്ടൊക്കെ കഴിക്കുമ്പം തേങ്ങ, അതൊക്കെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. കടുപ്പമുള്ള കാപ്പി, ചായ, ഇതൊക്കെ എടുക്കുമ്പോൾ കൂടുതലായിട്ടും അസിഡിറ്റി വരുന്നവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കുക തന്നെ ചെയ്യണം. നമുക്കറിയാം ചൂട് കൂടുതലാണ്. അപ്പോൾ എന്തായാലും അതനുസരിച്ച് വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് വെള്ളം കുടിക്കാതെ മുന്നോട്ട് പോകുന്ന നോമ്പ് ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറയും പോലെ ഈസ്റ്റർ അടുപ്പിച്ച് വരുന്നു. അപ്പം നേരത്തെ നമുക്ക് ബേബി സാറ് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു പക്ഷേ നോൺ വെജ് എല്ലാം ഒഴിവാക്കുന്ന രീതിയിൽ പോകുന്നു. അപ്പം അവരും അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണത്? അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരിപ്പോ ഒരു 50 ദിവസത്തേക്കുള്ള നോയമ്പാണെങ്കിൽ അവരതിൽ ചിലർ ഇറച്ചി മാത്രം കഴിക്കത്തില്ല, ചിലർ ഇറച്ചി, മീൻ, മുട്ട പൂർണ്ണമായിട്ട് ഒഴിവാക്കും. അപ്പൊ അതനുസരിച്ചുള്ള നമ്മൾ ആഹാരത്തിൽ ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ബാക്കിയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. മെയിനായിട്ട് നമുക്ക് അവിടെ പ്രോട്ടീനാണ് അപ്പൊ കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഭക്ഷണത്തിൽ കഴിവതും 3 നേരവും ഉൾപ്പെടുത്താൻ പറ്റിയാൽ അത്രയും നല്ലത്. ഉദാഹരണത്തിന് ഇപ്പോൾ രാവിലെ പുട്ടും പഴവുമാണെങ്കിൽ പഴം മാറ്റിയിട്ട് പഴത്തിൻ്റെ കൂടെ പഴത്തിന് പകരം കടലക്കറി ചേർക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കടല എടുക്കുക. അപ്പോൾ അത് നല്ലൊരു എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ശരീരത്തിലേക്ക് കിട്ടും. ഉച്ചയ്ക്കാണെങ്കിലും പരിപ്പ് കറി, അതേപോലെ പയർവർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ടും കഴിവതും എല്ലാ ദിവസവും തന്നെ പയർവർഗ്ഗങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം, പച്ചക്കറിയോടൊപ്പം തന്നെ. പിന്നെ ദിവസവും ഒരു മുട്ട കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു മുട്ടയും 1-2 മുട്ടയുടെ വെള്ളയും എടുക്കുകയാണെങ്കിലും അത്രയും പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലും. അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം ഇടവിട്ട് കുറച്ചായിട്ട് കുടിക്കുകയും വേണം. അപ്പം മെയിൻലി അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ഫിഷ് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ omega-3 ക്യാപ്സ്യൂൾസ് അങ്ങനത്തെ സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെതായ ഗുണങ്ങൾ ശരീരത്തിന് ലഭിക്കും. അപ്പം ഈ മരുന്നിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നോമ്പ് കാലത്തിൽ അതിലേക്കും കൂടെ വരാം. ഇപ്പോൾ നോമ്പ് എടുക്കുന്നവരും ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്ന സമയം പലതായിരിക്കുമല്ലോ. അപ്പൊ അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നോമ്പെടുക്കേണ്ടവർ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരെടുക്കുന്ന മെഡിസിൻസ് അതായത് ഡോക്ടേഴ്സുമായിട്ട് കണ്ട് അതിൻ്റെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തണം എന്നുള്ളത്. പ്രത്യേകിച്ച് ചില മരുന്നുകളിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വരുത്തേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ തൈറോയിഡിന് മരുന്നുകൾ എടുക്കുന്നവരുണ്ടാവും, BP-യുടെ മെഡിസിൻസ് എടുക്കുന്നവരുണ്ടാവും, കൊളസ്ട്രോള്, അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഇങ്ങനത്തെ രോഗങ്ങൾക്കുള്ള മരുന്നുകളെല്ലാം ഒന്നും മുടക്കാൻ പാടില്ല. എല്ലാം കൃത്യമായി അതിന് ഡോസ് അഡ്ജസ്റ്റ്മെന്റിന്റെയും ആവശ്യമില്ല. എടുക്കുന്ന അതേ ഡോസിൽ തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ ഡയബറ്റീസിന് മെഡിസിൻസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ചില മരുന്നുകൾക്കും ഇൻസുലിൻ എടുക്കുന്നതിലും ഒക്കെ ചെറിയ ചേഞ്ചസ് വരുത്തേണ്ടി വരും. പ്രത്യേകിച്ചും ചില പർട്ടിക്കുലർ ടാബ്ലറ്റ്സ് അത് പെട്ടെന്ന് ഷുഗർ താന്നു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒത്തിരി ഹൈ ഡോസ് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് ഒക്കെ രാവിലെ അതേ ഡോസ് എടുക്കാതെ അതിന്റെ അളവ് കുറച്ചും അതൊക്കെ അത് കാണിക്കുന്ന ഡോക്ടേഴ്സിനെ കണ്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാവുള്ളൂ. പക്ഷെ അതേപോലെ തന്നെ ഇത് ഒത്തിരി ഹൈ ഷുഗർ ലെവലുള്ള ആൾക്കാരാണെങ്കിൽ, പെട്ടെന്ന് ഷുഗർ താന്നു പോകുന്ന ആൾക്കാരാണെങ്കിലൊക്കെ കഴിവതും ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതും. തീർച്ചയായിട്ടും ഇങ്ങനത്തെ രോഗങ്ങളുള്ളവർ നിങ്ങൾ കാണുന്ന ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ ഫാസ്റ്റിംഗ് തുടങ്ങാവുള്ളൂ. ഏതൊക്കെ തരം രോഗമുള്ളവരാണ് ഇപ്പോൾ ഇത് നോമ്പ് ഒഴിവാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ രോഗമുള്ളവരെന്ന് പറയുമ്പം പലതരത്തിൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡയബറ്റീസ് തന്നെ പെട്ടെന്ന് ഷുഗർ താന്നു പോകുന്ന ആൾക്കാർ, ഒന്നും കഴിക്കുന്നില്ല പക്ഷെ എപ്പോഴും ഭയങ്കര ഷുഗർ ഹൈ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരു 300-നൊക്കെ മുകളിലേക്ക് ഷുഗർ ലെവൽസ് ഒക്കെ നിൽക്കുന്ന ആൾക്കാർ,
അതുകൂടാതെ BP ഒട്ടും കൺട്രോളിൽ വരാത്ത ആൾക്കാർ, പലതരത്തിലുള്ള മെഡിസിൻസ് എടുത്തിട്ടും കൺട്രോൾ ആവാത്ത ആൾക്കാർ, ഇടയ്ക്കിടയ്ക്ക് BP താഴുന്ന ആൾക്കാർ, കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആൾക്കാർ, ക്രോണിക് കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ളവർ, അവരിലൊക്കെ ഇടയ്ക്ക് ഷുഗർ ലോ ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആൾക്കാർ, ചില ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും, അപ്പം ഹാർട്ടിന് പമ്പിങ്ങിനൊക്കെ പ്രോബ്ലം ഉള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന കാർഡിയോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രമേ ഫാസ്റ്റിംഗ് എടുക്കാൻ പാടുള്ളൂ. ഇത് കൂടാതെ കോമൺലി നമ്മൾ പറയുന്നത് പ്രഗ്നൻസി, കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ, പിന്നെ എന്ത് തരത്തിലുള്ള അസുഖം, അതിപ്പോൾ ഒരു പനി ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരൊന്നും കഴിവതും ഫാസ്റ്റിംഗ് എടുക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്, മനസ്സിനും നല്ലതാണ്, ശരീരത്തിനും നല്ലതാണ്. പക്ഷെ ഈ രോഗങ്ങൾ വെച്ചിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് അത് ദോഷം മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ നോമ്പ് കാലവും ആരോഗ്യ സംരക്ഷണവുമാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമിലെ വിഷയം. ഇപ്പോൾ വിളിക്കുന്ന നമ്പർ 0474293111. ഇപ്പൊ നോമ്പ് കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളിൽ പലരും ഒക്കെ നോമ്പ് എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും വിളിക്കുക. 4:30 വരെയാണ് പരിപാടിയിലേക്ക് വിളിക്കാനുള്ള സമയം. അപ്പം പറഞ്ഞു ഇതിൽ കുറച്ച് ഗുണങ്ങളും കൂടിയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഈ ഒരു നോമ്പ് കാലത്ത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗുണം എന്താണ്? ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ രാവിലെ നമ്മൾ സുഹൂർ സമയത്ത് കഴിക്കുന്ന ആഹാരം, അപ്പൊ അതാണ് ഒരു മുഴുവൻ ദിവസത്തെയും എനർജി. അത് കുറച്ചു നേരത്തേക്കുള്ള എനർജി കൊടുക്കുമെങ്കിലും പിന്നീട് നമ്മുടെ ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റും കൊഴുപ്പും അതേപോലെ ഗ്ലൈക്കോജൻ ഒക്കെയാണ് നമുക്ക് ആ ഒരു ഫുൾ ഡേ എനർജി കൊടുക്കുന്നത്. അപ്പം ഇതെല്ലാം ശരീരത്തിൽ നിന്ന് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ശരീരത്തിലെ അമിതമായ കൊഴുപ്പിന്റെ അളവ് കുറയും. നല്ല ശരിയായ രീതിയിലാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നെങ്കിൽ നല്ലൊരു ഹെൽത്തി വെയിറ്റ് ലോസിനും സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് നല്ലൊരു ഹെൽത്തി രീതിയിൽ കുറയുമ്പോൾ നമുക്ക് കൊളസ്ട്രോളിന്റെ അളവ് കുറയും, ഷുഗറിന്റെ അളവ് കുറയും, പ്രഷർ കൺട്രോളിലേക്കാകും. ഇതൊക്കെ കൺട്രോളിലേക്ക് ആയി കഴിഞ്ഞാൽ തീർച്ചയായും ബാക്കി ഇത് കാരണം വരാവുന്ന കോംപ്ലിക്കേഷൻസിനെയും കുറച്ചെങ്കിലും ഒക്കെ നമുക്കൊരു ലിമിറ്റിൽ നിർത്താൻ പറ്റും. ചില സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട് വണ്ണം കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു നോമ്പ് കാലം എത്രത്തോളം അതിനൊരു പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്? തീർച്ചയായിട്ടും അത് നോമ്പുകാലം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. ഞാൻ പറഞ്ഞ പോലെ ശരിയായ രീതിയിൽ അത് ഉപയോഗിച്ചാൽ. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് നോമ്പ് തുറക്കുമ്പോൾ ഇഫ്താർ സമയത്ത് അതൊരു വലിയൊരു ആഘോഷമാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിൽ ബിരിയാണി ഉണ്ടാവും, ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ആ ഒരു മുഴുവൻ ദിവസവും ചെയ്ത കാര്യങ്ങൾക്ക് നേരെ നമ്മൾ അതൊരു എന്താ പറയുക ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അല്ലെങ്കിൽ ഒരു അത്രയും നേരം നമ്മൾ ചെയ്തതിന്റെ ഗുണങ്ങളൊക്കെ കുറെയൊക്കെ കളയാണ് ചെയ്യുന്നത്. കാരണം വറുത്തത് പൊരിച്ചതായിട്ടുള്ള സ്നാക്സ് ഒക്കെ തന്നെയാണ് തുടക്കം എല്ലാവരും കഴിക്കുക. പിന്നെ ബിരിയാണി, ഒരുപാട് എണ്ണയിൽ ഉള്ള പലഹാരങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം അത് നല്ലൊരു രീതിയിൽ എങ്ങനെ ഒരു ഇഫ്താർ എടുക്കാമെന്നും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഇഫ്താറും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സുഹൂറിന്റെ സമയത്ത് എങ്ങനെയാണ് നമ്മൾ ആഹാരം എടുക്കുന്നത്, അതേപോലെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോഴും നമ്മൾ വെള്ളം കുടിച്ച് തന്നെ ബ്രേക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട്, അതെ ആദ്യമേ. അതല്ല ഇതേപോലെ ജ്യൂസ് വേണ്ടവരൊക്കെ ആണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ജ്യൂസിനെക്കാട്ടിലും ഫ്രൂട്ട്സ് തന്നെയാണ് നല്ലത്. ജ്യൂസിനകത്ത് കഴിവതും മധുരം ഇടാതെ ഉള്ള ജ്യൂസസ് ആയിരിക്കും നല്ലത്. എന്നാൽ പുളിയുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഓറഞ്ച്, നാരങ്ങ വെള്ളം, അപ്പൊ ഇങ്ങനത്തെയൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് നീട്ടി ഡൈലൂട്ട് ആക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഇതേപോലെ കാർബോഹൈഡ്രേറ്റ്സ് ആദ്യം ആ ഒരു സമയത്ത് കുറച്ച് സ്നാക്സ് മാത്രമായിരിക്കും ആദ്യം എടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഡിന്നറിലേക്ക് പോവുക. ആ സമയത്ത് ഫ്രൂട്ട്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. കൂടുതൽ ജലാംശം അടങ്ങുന്ന ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ എടുക്കാം, പിന്നെ ബാക്കി ആപ്പിൾ എടുക്കാം. സാധാരണഗതിയിൽ ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത്, അതും എടുക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് മധുരം, ചിലതിൽ ഒരുപാട് ഷുഗർ കോട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ ആഹാരങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും ചിലതിൽ ഒരുപാട് ഷുഗർ കോട്ട് ചെയ്തിട്ടുള്ളത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഫ്രൂട്ട്സും നട്ട്സ് നല്ല രീതിയിൽ പ്രോട്ടീൻസ് തരുന്നതാണ് ശരീരത്തിലേക്ക്. അതുകൂടാതെ സ്നാക്സ് ഈ വല്ലപ്പോഴും എണ്ണയിൽ വറുത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് എടുക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ വൺസ് ഇൻ എ വൈൽ കുഴപ്പമില്ല. പക്ഷെ കഴിവതും അങ്ങനെ ആണെങ്കിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ കടയിലൊക്കെ ആണെങ്കിൽ ഒരേ എണ്ണയിൽ തന്നെ പലതവണ വറുത്തെടുത്തതൊക്കെ ആയിരിക്കാം സ്നാക്സ്.
അപ്പൊ അത് ചിലപ്പോൾ നമ്മൾ ഈ ലോങ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഇതെടുക്കുമ്പോൾ ചിലർക്ക് അത് വയറിന് പിടിച്ചില്ല എന്നും വരും. ഹോട്ടൽ ഫുഡൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേപോലെ മൈദ ഇതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഷുഗർ കഴിവതും ഷുഗറും ഉപ്പും കുറച്ച് കുറയ്ക്കുന്നതിനാണ് നല്ലത്. നമ്മൾ എങ്ങനെ ഒരു ഐഡിയൽ ഡയറ്റ് പറയുന്നു അതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലും ഫോളോ ചെയ്യേണ്ടത്. അതിനിടയ്ക്ക് ഒരു ഫാസ്റ്റിംഗ് ടൈം വരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഫാസ്റ്റിംഗ് ടൈമും നമ്മുടെ ഈ കറക്റ്റായിട്ട് രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെ ചെയ്യുള്ളൂ. ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ ഒന്ന് കുറയും. നമ്മുടെ ഒരു സ്ട്രെസ്സും ചിലരെ മാനസികമായിട്ട് പോലും ഒരു പ്രത്യേക ഒരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു ടൈമും കൂടെയാണ് ഈ നോമ്പ് കാലം. ഇത് നോമ്പ് കാലമാണ്, പക്ഷെ ഇതിപ്പോ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അതായത് ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമാണ്. ശരിക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാവാം അല്ലെ? കാരണം ഇത് എടുക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് നിങ്ങൾ ഇത് അനുഭവിക്കുകയാണ്, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. ഇതൊരു നല്ല അവസരമാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടറെ നമുക്ക് ഈ 1 മണിക്കൂർ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ. ഡോക്ടർ, നമുക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഞാൻ ആദ്യം പറഞ്ഞിട്ട് താപനില വളരെ കൂടുതലാണ്. 38-39 വരുമ്പോൾ എനിക്കൊന്ന് നോമ്പൊന്നും എടുക്കാത്ത നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റിയ ഒരു നോമ്പുകാലം? അല്ലെങ്കിൽ ക്ഷീണമൊക്കെ ഇല്ലാതിരിക്കുക അവർ ശ്രദ്ധിക്കണമല്ലോ. കാരണം ക്ഷീണം അവർക്ക് എന്തായാലും നമ്മളെക്കാൾ കൂടുതലായിരിക്കാം. വെയിലും വെള്ളം അധികം കുടിക്കാതെയൊക്കെ നിൽക്കുമ്പോൾ അവർക്കത് എങ്ങനെ അപ്പോൾ ഒരു പ്രയോജനപ്പെടുത്തി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും? തീർച്ചയായിട്ടും ജോലിക്ക് പോകുന്നവർക്ക് ഇത് വളരെ ആദ്യത്തെ ഒരാഴ്ച വളരെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഇഫ്താർ സുഹൂറിന്റെയും ടൈമിൽ മാക്സിമം വെള്ളം എടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് കുറെ വെള്ളം എടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ആ ഒരു ടൈം തീരുന്നതിനുള്ളിൽ വെച്ച് ഒരളവ് വേണം. ഒരു ദിവസത്തിൽ ഏകദേശം ഒരു 8 to 10 ഗ്ലാസസ് ഓഫ് വാട്ടർ എടുക്കുന്ന ആഹാരത്തിലും ജലാംശം കൂടിയ ഭക്ഷണങ്ങൾ ഈ ഫാസ്റ്റിംഗ് പീരീഡിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, വരാം. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഫാത്തിമ എന്നാണ്. ഞാൻ ഡീസന്റ് ജംഗ്ഷനിൽ നിന്ന് വിളിക്കുകയാണ്. ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ ഫാത്തിമ. പറഞ്ഞോളൂ കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. പിന്നെ നോമ്പ് മുറിച്ച് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ പെട്ടെന്ന് ഗ്യാസ് കയറും. അപ്പൊ അത് എന്തെങ്കിലും കുറയ്ക്കാതെ എന്തെങ്കിലും ഉണ്ടോ? നോമ്പ് എല്ലാ ദിവസവും ഇങ്ങനെയാണോ വരുന്നത്? വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോ പെട്ടെന്ന് ഗ്യാസ് കയറും. എത്ര വെള്ളം കുടിക്കാറുണ്ട് നോമ്പ് മുറിക്കുന്ന സമയത്ത്? നോമ്പ് മുറിച്ച് 2-3 ഗ്ലാസ് വെള്ളം കുടിക്കും. അടുപ്പിച്ച് കുടിക്കുന്നുണ്ട്. കഴിവതും ഈ സിട്രസ് ഫ്രൂട്ട്സിന്റെ ജ്യൂസസ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അത് പെട്ടെന്നൊരു എരിച്ചിലും അസിഡിറ്റിയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പറ്റുകയാണെങ്കിൽ പുളി ഇല്ലാത്ത തൈര് കൂടുതലായിട്ടൊന്ന് എടുത്തു നോക്കുക ഈ നോമ്പ് മുറിക്കുന്ന സമയത്ത്. പുളിയില്ലാത്ത തൈര് പ്രോബയോട്ടിക്സ് ആണ്. അപ്പൊ അത് കുറച്ചും കൂടെ നമ്മുടെ വയറിന്റെ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ മുറിക്കുന്ന ഒരു സമയത്ത് പുളിയുള്ള ആഹാരങ്ങളൊക്കെ ആ സമയത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കാപ്പി ചായ ഒക്കെ കുടിക്കാറുണ്ടോ? അതും പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം കാപ്പി ചായ ഒന്ന് ഈ ഗ്യാസിന്റെയും അസിഡിറ്റിയുടെയും പ്രോബ്ലംസ് കൂട്ടും. അതേപോലെ തന്നെ അത് ശരീരം കുറച്ചുകൂടെ ഒരു നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ എന്ന് പറയും, അതുണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പം കഴിവതും പുളിയില്ലാത്ത തൈര് വെച്ച് ഒന്ന് നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒന്ന് നോക്കുക. പെട്ടെന്ന് ഒരുപാട് വെള്ളം കുടിക്കണ്ട. കുറച്ച് വെള്ളം കുറച്ച് സിപ്സ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുളിയുള്ള ഫ്രൂട്ട്സിന്റെ ജ്യൂസസും ഒഴിവാക്കുന്നതാണ് നല്ലത്. ആദ്യം കുറച്ച് നേരത്തേക്ക് പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ ശരി. ഈസ്റ്ററിനോടനുബന്ധിച്ച് തന്നെ നോമ്പെടുക്കുന്നവരുണ്ട്, റംദാൻ നോമ്പുണ്ട്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണവും നിങ്ങൾ എടുക്കുന്ന ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ജോലിക്ക് പോകുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ക്ഷീണമൊക്കെ ഉണ്ടാകുന്നവരൊക്കെ ആരൊക്കെ ഇത് ഒഴിവാക്കണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയം. പ്രത്യേകിച്ച് നമ്മുടെ ചൂട് വളരെ കൂടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യവും എല്ലാ വർഷത്തെയും പോലെയല്ല ഈ പ്രാവശ്യത്തെ നോമ്പ് അല്പം കടുക്കുകയാണ് എന്ന് തന്നെ പറയാം അല്ലേ? അതെ തീർച്ചയായും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവുന്നത്, നിർജ്ജലീകരണം ശരീരത്തിൽ സംഭവിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള തലവേദന, ഭയങ്കരമായ ക്ഷീണം, അത് അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ അതിന് ഡാർക്കായിട്ടുള്ള കളറ് വരിക, അങ്ങനെ ശരീരം മൊത്തത്തിലൊരു വയ്യാത്തൊരവസ്ഥ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നതാണ് അതിന്റെ അർത്ഥം. അത്ര അമിതമായ ക്ഷീണവും ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടുകളും വരുമ്പോൾ പറ്റുകയാണെങ്കിൽ നോമ്പ് മുറിക്കുന്നതിൽ തെറ്റില്ല. പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റാവുന്നതാണ്. ആ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഹൈഡ്രേഷൻ ശരീരത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, പ്രഷർ കുറയുക, തലയിറങ്ങി വീഴുക, അങ്ങനെ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും വളരെ
കൂടിയതാണ്. അതുകൊണ്ട് അതേപോലെ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ മാത്രമല്ല ചിലർക്ക് ഷുഗർ താന്നു പോവുക, ഒരു 70 താഴേക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണം, സംസാരത്തിലൊരു കുഴച്ചിൽ, നെഞ്ചിടിപ്പ് കൂടുക, ദേഹമൊക്കെ ഒന്ന് വിറയ്ക്കുക, വെട്ടി വയർക്കുക, ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരുമ്പം വീട്ടിൽ തന്നെ ഡയബറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവും ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഗ്ലൂക്കോമീറ്റർ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ചെക്ക് ചെയ്ത് അതൊരു 70 താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫാസ്റ്റിംഗ് നിർത്തണം. അതേപോലെ തന്നെ ഷുഗർ ഭയങ്കരമായിട്ട് കൂടുന്ന സിറ്റുവേഷൻസ് അതിനേക്കാൾ വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിക്കും. ഭയങ്കരമായ വയറുവേദനയും ഛർദിലും യൂറിൻ ഒരുപാട് കൂടുതലായിട്ട് പോവുക, ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പം പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ എന്തായാലും അപ്പം തന്നെ ചെക്ക് ചെയ്ത് ഒത്തിരി ലോ ആണെങ്കിലോ ഒത്തിരി കൂടുതലാണെങ്കിലോ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്കൊരു കോൾ കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ, പുതിയതായിട്ട് തൈറോയിഡ് വന്ന ആളാണ്. തൈറോയിഡിന്റെ മരുന്നിന്റെ പറ്റി ചോദിക്കാനായിരുന്നു. പറഞ്ഞോളൂ അമ്മ. തൈറോ 12 ആണ് കഴിക്കുന്നത്. അത് ഈ നോയമ്പ് കാലത്ത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ള ഒരു കൺഫ്യൂഷൻ. നോമ്പ് കാലത്ത് തൈറോയിഡ് 12.5 ആയിരിക്കും അമ്മ എടുക്കുന്നത്. അപ്പൊ എന്നും രാവിലെ എണ്ണീക്കുമ്പോഴാണല്ലോ എടുക്കുന്നത്? ഇപ്പൊ രാവിലെ ഞാനിപ്പോ എടുക്കുന്നത് നമ്മുടെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എഴുന്നേക്കത്തില്ലേ, ഇടയത്താഴം. അതെ, അതിന് മുന്നേ 4 മണിക്ക്, അതിന് 2 മണിക്ക് ഉറക്കൊഴിഞ്ഞിരുന്ന് കഴിച്ചിട്ടാ പിന്നെ 4 മണിക്ക് എഴുന്നേക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചത്. 2 മണിക്ക് എണീറ്റ് കഴിക്കേണ്ട കാര്യമല്ല അമ്മ. ഇടയത്താഴം 4 മണിക്കാണ് അമ്മ കഴിക്കുന്നതെങ്കിൽ ഒരു 3:15 ആവുമ്പോൾ എണീറ്റ് ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടക്കാം. 4 മണിക്കാണ്. അതിനെപ്പറ്റി ചോദിക്കാനായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പേ കഴിക്കണമെന്നുണ്ടോ? ഇല്ല, 2 മണിക്കൂറില്ല, 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് വേണം. 4:30 അമ്മ അതനുസരിച്ചുള്ള സമയത്ത് എണീറ്റ് കഴിച്ചിട്ട് കിടന്നാൽ മതി. പ്രഷറിന്റെയും ഷുഗറിന്റെയും ഒക്കെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. തൈറോയിഡ് ഈയിടെയാണ് വന്നത്. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ. തൈറോയിഡിന്റെ ഗുളികകളുടെ കൂടെ വേറെ ഗുളികളൊന്നും എടുക്കരുത്. തൈറോയിഡിന്റെ ഗുളിക എടുത്ത് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് അമ്മ ഇടത്താഴം കഴിച്ചതിന് ശേഷം ഷുഗറിന്റെ അതെല്ലാം ആ രാവിലത്തെ സമയത്ത് എടുക്കാം. പിന്നെ ഷെൽക്കാൾ വയസ്സും ഉണ്ട്. അത് പിന്നീട് ഈ തൈറോയിഡിന്റെ ഗുളികയുടെ കൂടെ കഴിച്ചുകൂടാ അല്ലേ? തൈറോയിഡിന്റെ ഗുളികയുടെ കൂടെ വേറെ ഒരു ഗുളികളും എടുക്കാത്താണ് നല്ലത്. കഴിക്കാൻ പാടില്ല. അതെ, രാവിലെ 4 മണിക്ക് ഭക്ഷണം കഴിഞ്ഞ് കഴിക്കാമല്ലോ മറ്റത്. ബാക്കി അതെ, ഭക്ഷണത്തിന് ശേഷം എടുക്കാം. കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇല്ല, ഭക്ഷണത്തിന് ശേഷം എടുക്കാം, അതിൽ കുഴപ്പമില്ല. വൈകിട്ടത്തെ ഡോസ് ഇഫ്താറിന് ശേഷവും എടുക്കാം. അതല്ല ഇഫ്താർ. കൊളസ്ട്രോള് കൂടുതലാണ്. തൈറോയിഡ് ഉള്ളത് കൊണ്ടാണ് കൊളസ്ട്രോൾ കൂടിയതെന്നാണ് ഡോക്ടർ പറയുന്നത്. തൈറോയിഡ് ഉള്ളപ്പോ തൈറോയിഡ് ഇപ്പം വന്നതാണ്, എനിക്ക് ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പൊ 2 മാസം കൊണ്ടാണ് തൈറോയിഡ് ഉള്ളത്. തൈറോയിഡിന്റെ പ്രവർത്തനം കുറവെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതെ അതെ അതെ, എന്നാലും ഒരുപാട് വലിയ അളവിൽ ഇല്ലാന്ന് തോന്നുന്നു. കാരണം 12.5 എന്ന് പറയുന്നത് കുറഞ്ഞ ഡോസാണ്. 12.5 എന്ന് പറഞ്ഞത് ഈ കുറച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോ കുറയ്ക്കാന്നും പറഞ്ഞാണ് ഡോക്ടർ അങ്ങനെ ചെയ്തത്. ശരി ശരി, അത് കുഴപ്പമില്ല. 8 പോയിന്റ് ഉണ്ട്. ഓക്കെ, വൈകിട്ട് കൊളസ്ട്രോളിന്റെ ഗുളിക ഡിന്നറിന് ശേഷം എടുക്കാവുന്നതാണ് കേട്ടോ. ആ മരുന്നുകൾക്കൊന്നും മുടക്കം വരുത്തേണ്ട കാര്യമില്ല. കഴിക്കാറുണ്ട്. ആവാസ് 10 ആണ്, ഇപ്പൊ 5 ആയിരുന്നു, ഇപ്പൊ 10 ആണ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. തൈറോയിഡിന്റെ ഗുളിക വേറെ വലിയ ഫാറ്റുള്ള ഒന്നും കഴിക്കുന്ന ആളല്ല. എങ്ങനെ ഇത്രയും ഈ കൊളസ്ട്രോൾ കൂടിയെന്ന് അറിയാൻ വയ്യ. തൈറോയിഡ് ഉള്ളത് കൊണ്ടാണോ? തൈറോയിഡ് ഉള്ളവർക്കും കൊളസ്ട്രോളിലെ ഒരു പ്രത്യേക ഘടകം കൂടാം. അതേപോലെ തന്നെ അമ്മയുടെ കുടുംബത്തില് വീട്ടില് അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും വരാം. അതല്ലാതെ എക്സസൈസ് ഇല്ലാതിരിക്കുക, ആഹാര രീതിയിൽ ശ്രദ്ധിക്കാതിരിക്കുകയൊക്കെ ആണെങ്കിലും കൊളസ്ട്രോൾ വരാം. അപ്പം ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമവും എല്ലാ ദിവസവും ഒരു 1/2 മണിക്കൂർ എക്സസൈസ് നടക്കുന്നതാവാം. വ്യായാമത്തിന് ബുദ്ധിമുട്ടാണ്. കാല് പൊട്ടിയാളായതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ കഴിവതും ആഹാര രീതിയിൽ കൺട്രോൾ ചെയ്യാമോ? എന്നിട്ടും രീതിയിൽ ഞാൻ കഴിയുന്നതും കൺട്രോൾ ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ നോമ്പും പിടിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നിട്ടും കൺട്രോളിലേക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ മരുന്ന് എന്തായാലും തീർച്ചയായിട്ടും എടുക്കണം. ചിലപ്പം പരമ്പരാഗതമായിട്ട് കിട്ടിയതും ആവാം. അങ്ങനെയാണെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ആഹാര കാര്യം പറഞ്ഞു. അപ്പോൾ ഈ നമ്മൾ ഇത്രയും സമയം ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് നമ്മളൊരു സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ആഹാരം ആ സമയം കഴിക്കാൻ പറ്റും? ഇപ്പോൾ അസുഖമുള്ളവരോ മരുന്ന് കഴിക്കുന്നവരോ ഒക്കെ കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ആ ഒരു നോമ്പ് മുറിക്കുന്ന സമയം കഴിക്കുന്നത് ശരിയാണോ, അതോ അവർക്ക് വ്യത്യാസം ഉണ്ടാവും?
ഇല്ല, ഇപ്പം നമ്മൾ ചില രോഗികൾക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു ഡയറ്റ് തന്നെ ഉണ്ടാവും. അതായത് കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ ഉപ്പിന്റെ അളവിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. അതേപോലെ വെള്ളം എടുക്കുന്നതിനുള്ള അളവിന്റെ ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റിനുള്ളിൽ തന്നെ നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ അതാത് ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ ഫാസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞു വന്നത് ഇഫ്താറിലും ഹെൽത്തി ആയിട്ടുള്ള ആഹാര രീതി തന്നെയാണ്. അല്ലാതെ ഈ വെള്ളം എടുക്കുന്നതിന്റെ അളവ് കൂടാതെ ഉപ്പിന്റെ കാര്യം അളവും ഒഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് എല്ലാവർക്കും നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഒരു ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡയറ്റ് ഡയബറ്റിസ് ഇല്ലാത്ത ഒരാളും അതേ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഡയബറ്റിസ് ഒരു പക്ഷെ ഒഴിവാക്കാൻ പറ്റും ഭാവിയിൽ വരുന്നതിന്. അതുകൊണ്ട് കഴിവതും ആഹാര രീതിയിൽ എപ്പോഴും നമ്മൾ മധുരത്തിന്റെ അളവ് കഴിവതും റെസ്ട്രിക്റ്റഡ് ആക്കി, ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മധുരം കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഡയബറ്റിസ് ഉള്ളവർക്ക് ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം എടുക്കാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പം തണ്ണിമത്തൻ നല്ല ജലാംശമുള്ള ഒരു ഫ്രൂട്ടാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെ നല്ല ഹൈ ഷുഗറുള്ള ഫ്രൂട്ടുമാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത്. ഇപ്പം ഡയബറ്റിസ് ഉള്ളവർക്ക് എടുക്കാനായിട്ട് സേഫ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരയ്ക്കയുണ്ട്, ആപ്പിളുണ്ട്, പ്രത്യേകിച്ച് പച്ച ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ, അതേപോലെ ഓറഞ്ച്, അതേപോലെ പപ്പായ. ഇതൊക്കെയാണ് അവർക്ക് സേഫ് ആയിട്ടുള്ള ഹൈ ഷുഗർ കണ്ടന്റ് ഇല്ലാത്ത ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. എന്നാൽ മാങ്ങ, ചക്ക, തണ്ണിമത്തൻ, ഡേറ്റ്സ്, പോമഗ്രാനൈറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ ഷുഗർ ലെവൽ ഉള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഡയബറ്റിസ് ഉള്ളവർ ഫ്രൂട്ട്സിന്റെ അളവ് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഫ്രൂട്ട്സ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ തീർച്ചയായിട്ടും ഹൈഡ്രേഷൻ ഒരേപോലെ തന്നെയാണ്, വെള്ളം എടുക്കേണ്ടത്. പക്ഷെ ഈ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും അതായത് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ച അളവിൽ അപ്പുറത്തേക്ക് എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഉപ്പ് കഴിവതും ഒഴിവാക്കുന്നതിനായിരിക്കും, കുറയ്ക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തുള്ള ആഹാരങ്ങൾ പാചകം ചെയ്യുന്നതാണെങ്കിലും അല്ലാതുള്ളതാണെങ്കിലും ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നത് കുറച്ചും കൂടെ ഈ ഒരു കാലാവസ്ഥയിലും മാറ്റം വരുമല്ലോ. തീർച്ചയായിട്ടും ഇതൊരു ആദ്യത്തെ ഒരാഴ്ചത്തെ ഞാൻ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നീട് നിങ്ങളുടെ ശരീരവും മനസ്സും അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാനും തുടങ്ങും, ആ ക്ഷീണം കുറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഒരു സംശയം തോന്നി. അതായത് നമുക്കറിയാം, ഇപ്പോൾ നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് ശരീരവും നമ്മൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ പൊരുത്തപ്പെടുന്നത് കൊണ്ട് ഉള്ള കുറെ ഗുണങ്ങൾ പഠനം തെളിയിച്ചതായിട്ടുള്ള എന്തൊക്കെയാണ്? അതെ, ശരീരം അതുമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ ഇപ്പം നമ്മളൊരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നൊരു ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ഉണ്ടല്ലേ. അപ്പൊ അതിനകത്തും പറയും നമ്മൾ ശരീരത്തിന് നമ്മുടെ ബോഡിയിലെ സെൽസിന് ഹീൽ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുവാണ്. മോശമായ ഡാമേജ് ആയിട്ടുള്ള സെൽസ് ഒക്കെ ഹീൽ ചെയ്യുന്ന ഒരു സമയം. അപ്പൊ അത് ഒരു തരത്തിൽ നല്ലതാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. പക്ഷെ ഫാസ്റ്റിങ്ങിന്റെ ടൈം ഒരുപാട് കൂടി പോകാതിരിക്കണം എന്നുള്ളതും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഇടയത്താഴം കഴിക്കുന്നു, പിന്നെ ഇഫ്താർ. ഈ ഇടയിലുള്ള ഒരു ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മളെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള എടുത്തിട്ടുള്ള ടോക്സിൻസ് എല്ലാം ഇതൊരു ഡീടോക്സിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ശുദ്ധീകരിക്കുകയാണ് നമ്മുടെ ശരീരത്തിന്. അപ്പം മോശമായിട്ടുള്ള സെൽസ്, ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെയൊക്കെ മാറ്റി പുതിയ പുതിയ സെൽസ് ശരീരത്തിൽ ഫോം ചെയ്യുന്നതും അതെല്ലാം നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടെ ഒരു ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തിക്കും കൂടാനും ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കൊഴുപ്പ്, നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ എടുത്തിട്ടാണ് നമുക്കുള്ള എനർജി പിന്നീടുള്ള സമയത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അത് അങ്ങനെ കൊഴുപ്പെടുത്ത് വരും, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് പയ്യെ കുറയുകയും നമുക്ക് കൊളസ്ട്രോളിന്റെ അളവും അതേപോലെ ഷുഗറും BP-യും എല്ലാം കുറച്ചൊരു കൺട്രോളിലേക്ക്, ഒരു ഒരു കൺട്രോളിലേക്ക് വരികയും നമ്മുടെ ആ ഒരു വെയിറ്റ് കുറച്ചൊന്ന് കുറയും. വേസ്റ്റ് ഹിപ്പ് റേഷ്യോ ഒക്കെ വളരെ പ്രധാനമാണ്. നമ്മുടെ ഏറ്റവും പ്രശ്നമുള്ള ഭാഗം എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ ഒരു അബ്ഡോമിനൽ ഒബിസിറ്റി, സെൻട്രൽ ഒബിസിറ്റി എന്ന് പറയും. വയറിന്റെ ഭാഗം, കൊടവയറാണ് എല്ലാവർക്കും മെയിനായിട്ടും. അതാണ് ഈ ഷുഗർ വരാനും പ്രഷർ വരാനും കൊളസ്ട്രോളിനും ഒക്കെയുള്ള ഒരു മെയിൻ കാരണം ഈ ഒരു ഇതാണ്. അപ്പൊ ഈ ഇങ്ങനെ ഇത് യൂസ്ഡ് അപ്പ് ആവുകയാണ് ഈ ഒരു എനർജിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെയൊക്കെ ഈ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറെ വേറെ അസുഖങ്ങളിൽ നിന്നൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഡോക്ടർ, ഇതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നാണ് എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവരൊക്കെ ഈ ഒരു നോമ്പ് കാലത്തില്. ഇതൊക്കെ ഇപ്പോഴും ഈ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ അത് തുടരാവുന്ന കാര്യമാണ്? തുടരാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും.
പക്ഷെ മേ ബി ഒത്തിരി ഹെക്റ്റിക് ആയിട്ടുള്ള സ്ട്രെയിനസ് ആയിട്ടുള്ള എക്സസൈസ്, ഭയങ്കര കഠിനമായിട്ടുള്ള എക്സസൈസുകൾ കുറച്ചൊന്ന് ഒഴിവാക്കാവുന്നതുമാണ്. ഇപ്പോൾ കഴിവതും നമ്മൾ ഈ എക്സസൈസസ് ഒരു ഇഫ്താറിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇഫ്താറിന് തൊട്ട് മുന്നുള്ള ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഓക്സിജൻ ഷുഗറിന്റെ അളവ് കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. എക്സസൈസ് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള കണ്ടീഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇഫ്താറിന് ശേഷമുള്ള സമയമായിരിക്കും ഐഡിയലായിട്ടും ഒരു ദിവസം എക്സസൈസ് ചെയ്യുന്നതിൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. നടക്കുന്നവർക്ക് നടക്കാം, അതിൽ മുടക്കം വരുത്തേണ്ട. ജോഗിങ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, സ്വിമ്മിങ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. അതേപോലെ ഒത്തിരി ഹെവി വെയ്റ്റ്സ്, ഭയങ്കരമായിട്ടുള്ള വെയ്റ്റ് ട്രെയിനിങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും റെസിസ്റ്റന്റ് ബാൻഡ്സ് വെച്ചിട്ടുള്ള ഒരു മൈൽഡ് ടു മോഡറേറ്റ് ടൈപ്പ് ഓഫ് എക്സസൈസസ് അതൊന്നും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ജിമ്മിൽ പോകുന്നതും പ്രശ്നമില്ല. പക്ഷെ എല്ലാം ആ ഒരു സമയവും ശ്രദ്ധിക്കുക. പിന്നെ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ആ ഒരു എക്സസൈസ് റൂട്ടീൻ കുറച്ചൊന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന് ശേഷം നിങ്ങൾ അടുത്ത ദിവസം വീണ്ടും ഒരു ഫാസ്റ്റിങ്ങിലേക്ക് പോകണം. അപ്പം കുറച്ചും ബോഡി ക്ഷീണിക്കാനും തളരാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ കഴിവതും ഇതിന് തൊട്ട് മുന്നേ പുതിയതായിട്ടൊന്നും തുടങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ, അതിപ്പം ഒരു ടാബ്ലറ്റ് ആണെങ്കിലും ശരി, പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് ആണെങ്കിലും ശരി, നമ്മുടെ ശരീരം ഒന്ന് ഇതുമായിട്ടൊന്ന് യൂസ്ഡ് ആയി, അതുമായിട്ടൊന്ന് ശീലമായി വരണം. അല്ല നമ്മളിപ്പോൾ ഒരു പുതിയ ടാബ്ലറ്റ് തുടങ്ങിക്കഴിഞ്ഞ് ഉടനെ തന്നെയാണ് നമ്മൾ ഈ നോമ്പിലേക്ക് കയറുന്നെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് നമുക്ക് വരുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതെല്ലാം നമ്മൾ ആ ഒരു 1 മന്തിൽ തന്നെ നമ്മുടെ ശരീരം അതുമായിട്ടൊന്ന് ശീലമാക്കി എടുക്കണം. ഓക്കെ ഡോക്ടർ, ഇപ്പം നമുക്ക് അറിയാം ഈ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ആയിരിക്കണം നോമ്പ് സമയത്ത് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ആഹാരത്തിൽ ഇങ്ങനെ ക്രമീകരണം ഉണ്ടാകും. പക്ഷേ സാധാരണ ഒരു ഡോക്ടർ എന്ന നിലയിൽ കണ്ടിട്ടുള്ള ഒരു നോമ്പുകാലം കഴിയുമ്പോൾ സാധാരണ നമ്മളുടെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് എന്താണ് കണ്ടിട്ടുള്ളത്? സാധാരണയായിട്ടും എനിക്ക് എപ്പോഴും ആ നോമ്പ് എടുക്കുന്നവരെ കാണുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച അവർ ഭയങ്കര ക്ഷീണത്തിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിയുമ്പോൾ അവർ അതുമായിട്ടൊന്ന് ശീലമാവും. കുറെയൊക്കെ കഴിയുമ്പോൾ ചിലരൊക്കെ ആണെങ്കിലും വൈകിട്ടത്തെ ആഹാര രീതികളും ചിലർ ഇഫ്താറിന് ശേഷം പിന്നീട് ചിലപ്പോൾ ഒന്നും എടുക്കാറില്ല. കാരണം അവരുടെ വിശപ്പൊക്കെ കുറയും. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കുറച്ചും കൂടെ ഒരു ഹെൽത്തി രീതിയിലേക്ക് പോവാറുണ്ട്. പക്ഷെ തിരിച്ച് ശേഷം ഈ ഒരു നോമ്പെല്ലാം കഴിഞ്ഞ് റംദാനൊക്കെ കഴിയുമ്പോൾ പലരും പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഇല്ല, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ആരും പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇതേപോലെ പിന്നീട് പഴയ ഡയറ്റിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് പലർക്കും കയ്യിൽ നിന്ന് പോകുന്നത്. കാരണം അപ്പൊ പിന്നെ എല്ലാം പഴയ രീതിയിലാണ്. തിരിച്ചു വരുമ്പോഴും ആദ്യത്തെ ഒരാഴ്ച നമുക്കൊരു പഴയ ഒരു വിശപ്പിലേക്കൊക്കെ വരാൻ ഇച്ചിരി സമയം എടുക്കും. പക്ഷെ എന്നാലും പിന്നീട് നമ്മൾ ആ പഴയ വഴിയിലേക്ക് തന്നെ പോവുകയാണ്. കഴിവതും ഇതിൽ നിന്നും കുറെ നല്ല കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതും വളരെ നല്ലൊരു കാര്യമായിരിക്കും. അതായത് ഈ ഒരു ഹെൽത്തി ഡയറ്റും ആവശ്യത്തിന് വെള്ളം എടുക്കുന്നതും ആവശ്യത്തിന് ആ ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മുന്നോട്ടേക്ക് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ പലരും ഈ വെയിറ്റ് ലൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ തിരിച്ച് പഴയ ഡയറ്റിലേക്ക് കയറി വരുമ്പോഴത്തേക്കും പോയതെല്ലാം തിരിച്ച് അതേപോലെ തന്നെ അവർ വീണ്ടെടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും കുറെ സംശയങ്ങൾ ഉണ്ടാകാം. എനിക്ക് തോന്നുന്നു നമുക്ക് നോമ്പെടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഇനി ഈസ്റ്റർ ഒക്കെ വരികയാണല്ലോ, ഈ ഒരു പ്രത്യേകിച്ചും കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ പ്രായമായവർക്കാണെങ്കിലും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഇത്ര ആഹാരങ്ങൾ മസ്റ്റാണ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷാ കാലവും കൂടിയാണ്. അവരെ എത്രത്തോളം ഈ നോമ്പ് ബാധിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട്? കുട്ടികളിൽ സാധാരണഗതിയിൽ അവരുടെ പറയാറുള്ളത് 8 വയസ്സിന് മുകളിലേക്ക് നോമ്പെടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ പരീക്ഷയൊക്കെ ഉള്ള കുട്ടികളാണ്. അപ്പൊ അവരൊരു ലോങ് ഫാസ്റ്റിംഗ് അത്രയും ചെറിയ കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ മേ ബി അവർക്കതൊരു വേറെ ദിവസത്തേക്ക് ഇപ്പൊ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ദിവസത്തേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ പരീക്ഷ ഇല്ലാത്ത സമയങ്ങളിൽ. കാരണം അവർക്ക് ആ സമയത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ശരീരത്തിന് നല്ല എനർജിയും ആവശ്യമുള്ളൊരു സമയമാണ്. അപ്പൊ അത് ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികളിൽ കഴിവതും ഒഴിവാക്കിയിട്ട് പിന്നീട് എടുപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഡോക്ടർ, നമ്മൾ ഈ പ്രായമായവരുടെയും കുട്ടികളുടെയും കാര്യമാണ് പറഞ്ഞത്. ഏതായാലും അവർ എടുക്കുകയാണ് എങ്കിൽ അവരെന്തൊക്കെയാണ് കൂടുതൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ? കുട്ടികളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ടൈപ്പ് 1 ഡയബറ്റിസ് ഉള്ളത്. അത് കുട്ടികളിലാണ് സാധാരണയായിട്ടും കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 1 ഡയബറ്റിസ് ഉള്ള കുട്ടികൾ കഴിവതും ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഫാസ്റ്റിംഗ് മാത്രമല്ല, എക്സസൈസസ് ആണെങ്കിലും ഫാസ്റ്റിംഗ് എടുക്കുന്ന കുട്ടികളാണെങ്കിലും ടൈപ്പ് 1 ഉള്ള ആൾക്കാരാണെങ്കിലും
എക്സസൈസ് കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരൊരു ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരു കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടാതെ ഇപ്പം കുട്ടികളെ പറ്റി ഞാനിപ്പോൾ പറഞ്ഞ എക്സാം ടൈമൊക്കെ ആണെങ്കിൽ കുറച്ച് നമ്മൾ അതിനൊരു ഇളവ് കൊടുക്കുന്നത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. ബാക്കി ഡയറ്റ് രീതി ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. കൂടുതലായിട്ടും പ്രോട്ടീൻ്റെ അളവും ആഹാരത്തിൽ കൂട്ടുക. പ്രായമായ ആൾക്കാരിലാണെങ്കിലും ഇപ്പോൾ യൂഷ്വലി പ്രായമായ ആൾക്കാരിലാണെങ്കിൽ ഡയബറ്റിസ്, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെ അസുഖങ്ങളും ഉണ്ടാവും. അപ്പം എല്ലാം അത്യാവശ്യം കൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ പറഞ്ഞ ഇഫ്താറിനും സുഹൂറിനും എടുക്കേണ്ട ആഹാര രീതികൾ. അതല്ല ഡയബറ്റിസ് ഉള്ളവരാണ്, അൺകോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല എടുക്കുന്നതിൽ. പക്ഷെ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്, ഷുഗർ ഫ്ലക്ച്വേഷൻ വരാറുണ്ട്, BP ഇടയ്ക്കിടയ്ക്ക് താന്നു പോകുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് കൂടുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിഷൻസ് വേണ്ടി വന്നിട്ടുണ്ട്. ഡയബറ്റിസും BP ഒക്കെ കൺട്രോൾ ആവാത്തത് കാരണം, അല്ലെങ്കിൽ റീസെൻ്റായിട്ട് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവർ, അതേപോലെ അനീമിയ ഉള്ളവർ, രക്തക്കുറവുള്ളവർ, അവരൊക്കെ ആഹാര രീതിയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവിടെ വരുന്നുണ്ടല്ലോ. അപ്പം ഒരുപാട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ളവർ കഴിവതും ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതേപോലെ ഈ ഫാസ്റ്റിംഗ് ടൈമിൽ ഇവർക്ക് ഈ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് കൂടെ ഉള്ളവരും ശ്രദ്ധിക്കണം. അവരെ പറഞ്ഞൊന്ന് ഒരു അവബോധം അവർക്ക് കൊടുക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതേപോലെ വീട്ടിൽ കഴിവതും ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ എപ്പോഴും ഒരു ഗ്ലൂക്കോമീറ്റർ കരുതുന്നത് തന്നെയാണ് നല്ലത്. കാരണം അതാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ കരുതിയിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പെട്ടെന്നൊരു ഇത് ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും ശ്രദ്ധിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ പോകുന്നവരുണ്ട്. മിക്കവാറും ഒക്കെ കാണുന്നത് ഹീമോഗ്ലോബിൻ കുറവുള്ളവരൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഈ ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ഷീണം, തലവീട്ടിലൊക്കെ വരുന്നതല്ലേ. അപ്പം അങ്ങനെ ചിലപ്പോൾ അറിയാതെ വരുന്നവരും ഉണ്ടാകാം. എപ്പോഴെങ്കിലും നേരത്തെ ഇങ്ങനെ ഒരു തോന്നലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറവുണ്ടെന്ന് അറിയുന്നവർ ഇതിന് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണല്ലേ ഇത്. ശ്രദ്ധിച്ചിട്ട് തുടരുന്നതായിരിക്കില്ലേ നല്ലത്. തീർച്ചയായിട്ടും. ഇത് എത്രത്തോളം നമ്മൾ ഈ ബ്ലഡിന്റെ ഒക്കെ കുറവുള്ളവർ ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ബ്ലഡ് ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ ശരീരത്തിൽ കുറവാണെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടാവും, എപ്പോഴും ഒരു വയ്യാത്ത അവസ്ഥ, കിതപ്പുണ്ടാവാം, കാലിന് നീര് വരാം, അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്ത് എന്ത് തരത്തിലുള്ള രക്തക്കുറവാണ്. രക്തക്കുറവ് തന്നെ പല തരത്തിലുണ്ട്. അയൺ കുറഞ്ഞിട്ടുള്ള രക്തക്കുറവുണ്ടാവാം, ശരീരത്തിൽ നിന്ന് രക്തം പോയിട്ടുള്ള രക്തക്കുറവുണ്ടാവാം. അപ്പം അതെന്താന്ന് കണ്ടുപിടിച്ച് അങ്ങനത്തെ ഒരു കണ്ടീഷനിലുള്ളവർ തീർച്ചയായിട്ടും ഫാസ്റ്റിങ്ങിലേക്ക് പോവാതിരിക്കുന്നതാണ്, ഫാസ്റ്റിംഗ് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഏത് തരത്തിലുള്ളതാണെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള മെഡിസിൻസും എടുക്കണം. പ്രത്യേകിച്ച് 8-നും 9-നും താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെതായ സിംറ്റംസ് കൂടുതലായിട്ട് അവർ കാണിക്കും. അപ്പോൾ അത് എപ്പോഴും നല്ലത് ഒരു ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ബേസിക് ചെക്കപ്പ് നോക്കുന്നതാണ് നല്ലത്. എല്ലാവരും നോക്കണം ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു 45 അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് ആ സമയം. അപ്പോൾ അവരൊരു ബേസ് ലൈൻ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, അതായത് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചൊരു ഒപ്പീനിയൻ എടുത്ത് പ്രഷറൊക്കെ നോർമലാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ടോ. ഓരോ ആൾക്കാരും നമുക്ക് ഓരോ പോലെ ആയിരിക്കും. ചിലർ എത്ര നേരം ആഹാരം ഒരു ദിവസം മുഴുവൻ കഴിക്കാതിരുന്നാൽ അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ചിലർ ഒരു നേരം ഭക്ഷണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തലവേദനയും തലകറക്കവും ഒക്കെ വരാം. അപ്പം ഓരോരുത്തർക്കും എല്ലാവരും ഇതേ രീതിയിൽ ഫോളോ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതനുസരിച്ച് പറഞ്ഞു തരാൻ നിങ്ങളുടെ ഡോക്ടർക്ക് തീർച്ചയായിട്ടും പറ്റും. അതെ, തീർച്ചയായിട്ടും. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവർ അതിന്റെ ഡോസ് ഒക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുമല്ലോ. അതൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഇൻസുലിൻ നമ്മൾ പല തരത്തിലുള്ള ഇൻസുലിൻ ഉണ്ട്. ഒരു നേരം എടുക്കുന്ന ഇൻസുലിൻ ഉണ്ട്, ആഴ്ചയിൽ ഒരു നേരം എടുക്കുന്ന ഇൻസുലിൻ ഉണ്ട്, ദിവസം 2 നേരം അല്ലെങ്കിൽ ദിവസം 3 നേരം എടുക്കുന്ന ഇൻസുലിൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നിനും നമ്മൾ ഓരോ തരത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് എടുക്കുന്ന ഇൻസുലിൻ മിക്കവാറും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ ആ ഫുൾ ഡേ ഫാസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ആഹാരം കഴിക്കാതെ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ഷുഗർ തീർച്ചയായിട്ടും താഴ്ന്നു പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തേത് സ്കിപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ രാവിലത്തെ ഡോസും കുറച്ചിട്ട് നൈറ്റിലെ ഡോസ് കുറച്ചും കൂടെ കൂട്ടിയൊക്കെ കൊടുക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെയും
ഓരോരുത്തരുടെയും ഓരോ പോലെ ആയിരിക്കും. ഇപ്പം എനിക്കൊരു 5 യൂണിറ്റ് ഇൻസുലിൻ തരുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് കൊടുക്കുമ്പം അവരുടെ ശരീരം അതിനോട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് അവരവരുടെ ഡോക്ടേഴ്സിനെ കണ്ട് തന്നെയാണ് ഒപ്പീനിയൻ എടുക്കേണ്ടത്. ഈ ആഴ്ചയിലൊന്നൊക്കെ എടുക്കുന്ന ഇൻസുലിൻ അത് വളരെ നല്ലതാണ് ഈ ഫാസ്റ്റിംഗ് ടൈമിൽ. പക്ഷെ ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. പിന്നെ ഡെയിലി ഒരു നേരം എടുക്കുന്ന ഇൻസുലിൻ നൈറ്റിൽ എടുക്കുന്നതൊക്കെ അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ തെറ്റില്ല. ഓക്കെ ഡോക്ടർ, ഇതുപോലെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു രോഗമുള്ളവർ ശ്രദ്ധിക്കുക. പക്ഷേ നമുക്കറിയാം, ഒരിക്കൽ ഹൃദ്രോഗം വന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഇപ്പോൾ ഈ നോമ്പൊക്കെ തുടർന്ന് എടുക്കുന്നത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണോ? ഹൃദ്രോഗം വന്നത് കൊണ്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതില്ല. പക്ഷെ ചിലർക്ക് ഹൃദ്രോഗം വന്ന് ഇപ്പോൾ വാൽവിനെ എഫക്റ്റ് ചെയ്തവരുണ്ടാവാം. നല്ല കിതപ്പ്, കാലിന് നീര്, ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണ് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിവതും എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തന്നെ പറയും. അതുകൊണ്ടാണ് ആ രീതിയിൽ തന്നെയാണ് ഈ ശ്വാസമുട്ടലുള്ളവരും ഒക്കെ ആ രീതിയിൽ നല്ല കിതപ്പുള്ളവരും നല്ല നീര് കാലിലുള്ളവരും കുറച്ചുപോലും നടക്കാൻ പറ്റുന്നില്ല. ഈ പമ്പിങ് ഒക്കെ കുറയുമ്പോഴാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ അവര് ശരീരത്തിൽ നിന്ന് നീര് പോകുന്നതായിട്ടുള്ള മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ടാവാം. അപ്പൊ നീര് പോകുന്ന മരുന്നുകൾ എടുക്കുന്നതുകൊണ്ട് അതനുസരിച്ചുള്ള ഹൈഡ്രേഷൻ നമുക്ക് ഡേ ടൈമിൽ കിട്ടുന്നില്ല, ഒരു ഫാസ്റ്റിങ്ങിലേക്ക് പോവല്ലേ. അപ്പോൾ അവർ വീണ്ടും ഒരു BP കുറയാനും ഭയങ്കര ഡീഹൈഡ്രേഷനിലേക്ക് പോകാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരോട് നമ്മൾ കഴിവതും ഒന്നെങ്കിൽ മരുന്നുകൾ മാറ്റേണ്ട സിറ്റുവേഷനിലുള്ള അങ്ങനത്തെ രീതിയിലുള്ള അസുഖമാണെങ്കിൽ ചേഞ്ച് ചെയ്യാം. BP ഒക്കെ ചിലർക്ക് അങ്ങനെ നീര് പോകുന്ന യൂറിൻ കൂടുതലായിട്ട് പോകുന്ന തരത്തിലുള്ളതൊക്കെ ആണെങ്കിൽ ചേഞ്ച് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എല്ലാ ഹൃദ്രോഗം ഉള്ളവരും എടുക്കാൻ പാടില്ല എന്നില്ല. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്നത് എന്താണ്? ഏറ്റവും സുരക്ഷിതമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ്. അതായത് സമീകൃത ആഹാരം, അതിലെല്ലാം ഉൾപ്പെടുന്ന ആവശ്യത്തിന് ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ കണ്ടന്റ്, ഇതെല്ലാം ഉൾപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ ആഹാരം. ഈ ഫാസ്റ്റിംഗ് സമയത്ത് പ്രത്യേകമായിട്ടുള്ളൊരു ഡയറ്റിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഈ കീറ്റോ ഡയറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഡയറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ ഒക്കെ ഫോളോ ചെയ്യുന്നവർ ഈ ഒരു സമയത്ത് അത് ഫോളോ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം യൂഷ്വൽ ദിവസങ്ങൾ പോലെയല്ല ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലത്തെ ഈ റമദാൻ സമയത്ത് പറയുകയാണെങ്കിൽ രാവിലത്തെയും രാത്രിയിലത്തെയും ആഹാരങ്ങളിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം. രാവിലെ ഞാൻ പറഞ്ഞ പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ശരീരത്തിൽ നിന്ന് ദഹിക്കാൻ സമയമെടുത്ത് ദഹിച്ചു പോകുന്ന ആഹാരങ്ങൾ. പിന്നെ ആവശ്യത്തിന് പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ, മുട്ട, തൈര് കൂടുതലായിട്ട് എടുക്കാം. കഴിവതും കാപ്പി, ചായ ആഹാരത്തിൽ കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം ശരീരത്തിന് നിർജ്ജലീകരണം വരാനുള്ള സാധ്യത കൂടുതലാണ്. വൈകിട്ടാണെങ്കിലും പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ്സും ആഹാരത്തിൽ പ്രോട്ടീൻ അളവ്, നട്ട്സ്, സീഡ്സ്, തൈര്, പ്രോബയോട്ടിക്സ് അടങ്ങുന്ന ആഹാരങ്ങൾ, ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, നാരടങ്ങുന്ന ആഹാരങ്ങളെല്ലാം കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക. അതുകൂടാതെ വെള്ളം നല്ല രീതിയിൽ ഒരു 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം തീർച്ചയായിട്ടും ഒരു ദിവസം എടുത്തിരിക്കണം. ഇപ്പൊ പറഞ്ഞു നോൺ വെജ് ഒഴിവാക്കുന്ന അല്ലെ, അത്തരത്തിലും നോമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മൾ പറയാറുണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിലും നമുക്കൊരു നേരം കുറച്ച് ഇത്രത്തോളം ഫുഡ് വേണം. അപ്പൊ നേരത്തെ ബേബി സാർ പറഞ്ഞ പോലെ പാല്, മുട്ടയൊക്കെ ഒഴിവാക്കി വരുമ്പോൾ അവർക്ക് അത്രയും കൂടി പ്രോട്ടീൻ നമുക്ക് മറ്റു ആഹാരത്തിൽ നിന്ന് കൂടി കിട്ടേണ്ടതായിട്ടുണ്ടല്ലോ. അവർക്ക് ഈ ഒരു സമയത്ത് ഒരു ദിവസം എന്തായിരിക്കും അവർക്ക് നല്ലൊരു ഭക്ഷണ ശീലം കുട്ടികൾക്കാണെങ്കിലും പ്രായമായ ഒരാൾക്കാണെങ്കിലും? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇറച്ചി, മീൻ, മുട്ട മൂന്നും എടുക്കാതിരിക്കുന്ന ആൾക്കാരാണ് കഴിവതും ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത. ഈ ഒരു കോവിഡിന് ശേഷം കുറച്ചുകൂടെ ആൾക്കാർ മുട്ട എല്ലാ ദിവസവും എടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രോട്ടീൻ വേണം, അതുപോലെ ഇമ്മ്യൂണിറ്റി വേണം, എല്ലാം അടങ്ങുന്ന ഒരു ആഹാരമാണ് മുട്ട എന്നാ പറയാം. അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും എടുക്കുക. അതും എടുക്കാതെ പ്യുവർ വെജിറ്റേറിയൻസ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നോമ്പ് സംബന്ധിച്ചല്ലാതെ വെജിറ്റേറിയൻസ് ആവുന്നവരാണെങ്കിൽ അവർക്ക് ശരീരത്തിൽ ഒരു വൈറ്റമിൻ B12 അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് അതനുസരിച്ച് കിട്ടുന്നില്ല എങ്കിൽ, അതിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ അതിൻ്റെ സപ്ലിമെന്റ്സ് എടുക്കണം. പക്ഷേ ഈ നോമ്പിൻ്റെ എന്ന് പറയുമ്പോൾ 1 മാസത്തെ കാര്യമൊക്കെയാണല്ലോ, 2 മാസം, അപ്പോഴൊന്നും അത്രയും കുറവ് വരാൻ സാധ്യതയില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരത്തിൽ കടല, പയർ വർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, മുളപ്പിച്ച പയർ, ഓട്സ്, റാഗി,
ഈ പലവിധ ധാന്യങ്ങൾ, ഗോതമ്പ്, ഇതെല്ലാം കൂടുതൽ ഉൾപ്പെടുത്തിയുള്ള ആഹാരങ്ങൾ. വെജിറ്റേറിയൻസിനാണെങ്കിലും സോയ ചങ്ക്സ് ഉണ്ട്, അതേപോലെ പനീറുണ്ട്, ടോഫു, ഇപ്പൊ അതൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ കൂടുതലായിട്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഈ പ്രോട്ടീൻ കഴിവതും 3 നേരവും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയാൽ അത്രയും നല്ലത്, പച്ചക്കറികളോടൊപ്പം തന്നെ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കിനി ഈസ്റ്റർ, റംദാനൊക്കെ വരുന്ന ഒരു സമയമാണ്, ആഘോഷത്തിന്റെയൊക്കെ ഒരു സമയമാണ്. എങ്കിലും നമുക്ക് ഒഴിവാക്കേണ്ട ചില ശീലങ്ങൾ കൂടി ഉണ്ടാകുമല്ലോ ഇതിൽ, അല്ലെ? നമ്മളുടെ ഭാഗമായി പോയതായിരിക്കാം ചില ശീലങ്ങൾ, പക്ഷെ കർശനമായിട്ടും ഒഴിവാക്കണം. ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യത്തെ പൂർണ്ണമായും ബാധിച്ചേക്കാം ആ ഒരു ശീലം, അല്ലെങ്കിൽ ആ ശീലം തുടർന്നാലും കുഴപ്പമാവാം. ചിലപ്പോൾ ഇപ്പം തുടങ്ങുന്ന ശീലം നമുക്ക് നേരത്തെ ഡോക്ടർ പറഞ്ഞ കുറച്ച് സമയം എടുക്കും തിരിച്ചു വരാനെന്ന് പറയും. അല്ല, ഒഴിവാക്കേണ്ട ചില ശീലങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഈ റമദാൻ സമയത്ത് എല്ലാവരും ഫാസ്റ്റിംഗ് എടുക്കുന്നവരൊക്കെ തന്നെ ഈ സ്മോക്കിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ചിലരെങ്കിലും ഒരു ചെറിയ വിഭാഗമെങ്കിലും ആൽക്കഹോൾ എടുക്കുന്നവരുണ്ടാവും. അവരും അതെല്ലാം നിർത്തി. അപ്പൊ അതിൻ്റെതായ ഗുണങ്ങൾ ശരീരത്തിൽ കിട്ടി വന്നു കഴിയുമ്പോഴാണ് തിരിച്ചു നോർമലിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ശീലങ്ങളിലേക്ക് തിരിച്ചു പോവാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം. അതേപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ്, വെളിയിൽ നിന്നുള്ള ആഹാരങ്ങൾ, മൈദ, അച്ചാറ്, ഈ പപ്പടം, ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും കഴിക്കുമ്പോൾ ഇത് വലിയ പ്രശ്നമില്ല, ഇത് ഇച്ചിരിയല്ലേ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും ശരീരത്തിന് നല്ലതായ കാര്യങ്ങളല്ല. അച്ചാറിൽ ഒരുപാട് എണ്ണയും ഉപ്പും ഒക്കെ വളരെ കൂടുതലാണ്. ഇത് എല്ലാ ദിവസവും ശരീരത്തിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെതായ സൈഡ് എഫക്ട്സ് തീർച്ചയായിട്ടും ഒരുപാടുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസത്തിലെയും നമ്മൾ എടുക്കുന്ന, ഞാൻ പറഞ്ഞ പോലെ ഒരു ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് നമ്മൾ എങ്ങനത്തെ ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നു, ആ ഡയറ്റ് തന്നെ നമ്മളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ നമുക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ശരിക്കും ഒരു നോമ്പ് കാലം എന്ന് പറയുന്ന ഒരു നല്ല ശീലത്തിന്റെ തുടക്കവും കൂടിയാണ്, അല്ലെ? തീർച്ചയായിട്ടും. അപ്പോൾ അത് തുടർന്ന് തന്നെ കൊണ്ടുപോകുക. പലപ്പോഴും പല ശീലങ്ങൾ, ഉണ്ടായിരുന്ന ശീലമൊക്കെ ഇപ്പൊ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി തുടരാതിരിക്കട്ടെ. ഒരു നല്ല ആരോഗ്യമുള്ള ആളുകളായ വ്യക്തികളായി നമുക്ക് മാറാൻ ഇത് നല്ലൊരു സമയം തന്നെയാണ് എന്ന് തോന്നുന്നു. ഇതാണ് ഡോക്ടർ, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് നോമ്പുകാലവും ആരോഗ്യ സംരക്ഷണവുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഏറ്റവും എന്താ പറയാ, വളരെ മനോഹരമായ ദിവസങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു, എല്ലാവരും നല്ല ശീലങ്ങളിൽ കൂടി പോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ആരോഗ്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആരോഗ്യമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അത്രയും വിലപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചാൽ കമന്റ് റേഡിയോ ബെൻസിയറിന്റെ പേരിൽ നന്ദി പറയുന്നു. ഡോക്ടർ, അവസാനമായി ഒരു മെസ്സേജ് എന്താണ് ഈ ഒരു നോമ്പ് കാലത്ത് കൊടുക്കാനുള്ളത്? നോമ്പ് കാലം എന്ന് പറയുന്ന ഈ ഒരു മാസത്തെ കാര്യം മാത്രമല്ല, ഇതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും മുന്നോട്ടേക്ക് എടുക്കാൻ സാധിക്കണം. ഏതൊരു ഹാബിറ്റും ഒരു മാസം, ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഹാബിറ്റായി മാറും. എന്തൊരു കാര്യവും 21 ദിവസം കണ്ടിന്യൂസ് ചെയ്താൽ ഒരു ഹാബിറ്റായി മാറും എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒരു ഹാബിറ്റ് ഉണ്ടാക്കാനും നല്ലതാണ്, ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാനും നല്ലതാണ്. അപ്പൊ ഈ ഒരു മാസത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടുള്ള ഒരുപാട് നല്ല ഹാബിറ്റ്സ് ഉണ്ട്. ആ നല്ല ഹാബിറ്റ്സ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം ഡോക്ടർ. അപ്പം പരിപാടിയിൽ നമ്മളോടൊപ്പം ഇത്രയും നേരം നമ്മളിന്ന് സംസാരിച്ചത് നോമ്പുകാലവും ആരോഗ്യ സംരക്ഷണവുമാണ്. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മെഡിട്രീന ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ലുലു സിറിയക് ജോർജ് ആണ്. ഡോക്ടറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.